ഇവിടെ ജനിച്ച് വീഴുന്ന സമയത്ത് നാം ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. പിന്നീട് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ബന്ധുക്കൾ, മിത്രങ്ങൾ, പിന്നീട് ചുറ്റുപാട്, ഇവരോടൊക്കെ കൂടിച്ചേർന്ന് നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഉപകരണങ്ങളാണ് കണ്ണുകളും ചെവികളും. നാം ചുറ്റുപാട് കാണുന്നു പലതും. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും ദിസ് ഈസ് ലൈഫ്, ഇതാണ് ജീവിതം. പിന്നെ മറ്റുള്ളവർ പറയുന്നത് പലതും നമ്മൾ കേൾക്കുന്നു. അപ്പൊ ചെവികൾ പറയും കാണുന്നത് മാത്രമല്ല സത്യം, അതിന്റെ പിന്നിൽ പലതും ഉണ്ടിട്ടോ. കുറെ കണ്ടും കേട്ടും അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്ന് പിന്നെ സ്വന്തം അനുഭവത്തിലൂടെ പലതും നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ അനുഭവങ്ങൾ അനുഭവിച്ച ശേഷം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം, പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് ഇവിടെ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായൊരു സുഖം, സന്തോഷം, സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതോ കേവലം ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമാണോ? സുഖം, സന്തോഷം എന്നതൊക്കെ ഒരു ചിന്ത മാത്രമാണോ? യഥാർത്ഥത്തിൽ ഒരു സുഖം ഇവിടെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ആനന്ദം ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ദുഃഖങ്ങളിൽ നിന്ന് മുക്തി ആർക്കെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ നാം തന്നെ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്. ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചിന്തനം വരും. എന്തിനാ അങ്ങോട്ട് ജനിച്ചത്? കുറെ ദുഃഖങ്ങൾ അനുഭവിക്കാനാണോ? വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനാണോ? എന്റെ ജീവിതം എനിക്കൊരു ഭാരമാവുണ്ടോ? മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാവുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പലപ്പോഴും നമ്മളറിയാതെ ചില ഫ്ലാഷ് ബാക്കുകൾ നമ്മൾ കാണില്ലേ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൽ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു പോവാൻ കാരണം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ മോഹിച്ച, പ്രതീക്ഷിച്ച, സ്വപ്നം കണ്ട ഒരു ജീവിതത്തെ അല്ല നമുക്ക് ഇതുവരെ വാർത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ അനുകരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിഷമം വരുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാര് കുട്ടികൾക്ക് ഒരു ജീവിത രീതി പറഞ്ഞു വെച്ചത്. കുട്ടിയായിരിക്കുമ്പോഴേ ഗുരുകുലത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുമെന്ന്. അപ്പൊ പണ്ട് രക്ഷിതാക്കള് നേരെ കുട്ടികളെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കും. വിദ്യാഭ്യാസം അങ്ങനെയായിരുന്നു. അവിടെ പഠിപ്പിച്ചു കൊടുത്തതോ കേവലം ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, ജീവിതം തന്നെ പറഞ്ഞുകൊടുത്തു പറയാണ്. നമ്മുടെ പൂർവികന്മാര് ജീവിതത്തെ പറഞ്ഞുകൊടുത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവർ ആചാര്യന്മാരെന്ന് വിളിക്കുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ 16 വയസ്സിന്റെ ഉള്ളിൽ തന്നെ കുട്ടിക്ക് അച്ഛൻ ജീവിക്കുന്ന ജീവിതം, അമ്മ ജീവിക്കുന്ന ജീവിതം, തന്റെ ബന്ധുമിത്രങ്ങളൊക്കെ ജീവിക്കുന്ന ജീവിതം, ഇത് മാത്രമാണോ ജീവിതം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ട്. ഇത് മാത്രമല്ല ജീവിതം, ഇതിനപ്പുറവും ജീവിതമുണ്ടെന്ന്. അങ്ങനെ അവൻ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്നു. അവൻ വിവാഹം കഴിക്കുന്നു, കുട്ടികളാവുന്നു, എല്ലാ ഭരണങ്ങളും മക്കളെ ഏൽപ്പിക്കുന്നു. ഒരു ദിവസം അവൻ കൊട്ടാരം വിട്ട് പോകുന്നു, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവനറിയാമായിരുന്നു ജീവിതത്തിന്റെ യാത്രയെക്കുറിച്ച്. അപ്പൊ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന ജീവിത ചക്രത്തിലൂടെ കടന്നുപോയവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പ്രിയ. പക്ഷെ എനിക്കും നിങ്ങൾക്കും വെറും കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ജീവിതത്തെക്കുറിച്ച്. കാരണം നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കിയിട്ടല്ല ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മൾ ആളുകൾ ജീവിക്കുന്ന ജീവിതത്തെ അനുകരിച്ചു പോകുന്നവരാണ്, അത് മനസ്സിലാക്കി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗവതത്തിന് പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു എന്താണ് ജീവിതം എന്നുള്ളത്. ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം ജീവിതത്തിന് 4 ഭാഗങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന് 4 ഭാഗങ്ങളുണ്ട്. ഇതിനെ പറയും ശാരീരികം, മാനസികം, ഭൗതികം, ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥൂലമായി നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്നത് മനസ്സാണ്. മനസ്സിനാണെങ്കിൽ ചിന്തകളുണ്ട്, സ്നേഹം തുടങ്ങിയ വികാരങ്ങളുണ്ട്, വിദ്വേഷം തുടങ്ങിയിട്ടുള്ള നല്ല ചിന്തകളും ചീത്ത വികാരങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. ഇനി അതിലും സൂക്ഷ്മമായി ബുദ്ധിയുണ്ട്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്. അതിലും സൂക്ഷ്മമായി ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ഒരു ഈശ്വര തേജസ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല.
ഇത് പരമാർത്ഥമാണ്. ഇങ്ങനെ 4 ഭാഗങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ശാരീരികം, മാനസികം, ബുദ്ധിപരം അല്ലെങ്കിൽ ഭൗതികം, ആത്മീയം. ഈ 4 മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ മരണം വരെ ആയുരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർവികന്മാർ കണ്ടെത്തിയിരുന്നു. വെറും ആരോഗ്യത്തെ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് വളർന്നില്ല എന്ന് വരും. ഇന്ന് ആളുകൾ നിങ്ങൾക്ക് കാണാം, ആളുകൾ കൂടുതൽ ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആരോഗ്യമുള്ളൊരു ശരീരമായിരിക്കണം. ചെറുപ്പത്തിലെ ബൂസ്റ്റും ഹോർലിക്സും അതും ഇതൊക്കെ കലക്കി കുടിച്ച് അങ്ങനെയൊക്കെ വളർന്ന് നല്ല പൊണ്ണത്തടിയൊക്കെ വയ്ക്കും. മാനസികമായിട്ട് അയാൾ വളർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അയാൾക്കുണ്ടായിന്ന് വരില്ല. ചിലവർ ബുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കും, ശരീരത്തെ അവഗണിക്കും. അപ്പൊ എന്തുണ്ടാവും? കുറെ കാലം കഴിയുമ്പോഴേക്കും ശാരീരികമായ പല രോഗങ്ങളുണ്ടാവും. ബുദ്ധിപരമായിട്ട് അയാൾ ഉന്നത ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ 10-40 വയസ്സാകുമ്പോഴേക്കും ഷുഗർ വരും, പിന്നെ എല്ലാ ഗറൊക്കെ വരും. DP, EP, CP, PP എന്നൊക്കെ ഉണ്ടോ അതൊക്കെ അയാളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ചെറുപ്പത്തിലേ ഉള്ള രോഗങ്ങൾക്കൊക്കെ അടിമയായി തീർന്നു. ശരീരത്തെ അവഗണിച്ച് ഒരു ഭാഗം നോക്കി. ചിലവരാണെങ്കിലോ 24 മണിക്കൂറും ആത്മീയമായിരിക്കും. 24 മണിക്കൂർ ഇരുന്ന് ഭജനം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ പണിക്ക് പോവും, മറ്റുള്ളവരുടെ പണിക്ക് പോവും. എല്ലാം താളം തെറ്റുന്നവരെയാണ്. ഇത് 4 ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. 4 കൊണ്ടു നടക്കാൻ സാധിക്കണം. ആരോഗ്യമുള്ളൊരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ബുദ്ധി, ആരോഗ്യമുള്ളൊരു ആത്മശക്തി. ഇത് 4 ആർക്ക് മനസ്സിലാക്കി കൊണ്ടു നടക്കാൻ സാധിക്കുന്നു, അവർക്ക് മരണം വരെ ആയുരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും. മരണം വരെ ആയുരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മരണം പോലും ഒരു പ്രശ്നമല്ല എന്ന് പറയണം. മനസ്സിലാവുണ്ടല്ലോ? അതിലേക്ക് എങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും? അതിന് പടിപടിയായിട്ട് നമ്മളെ ഉയർത്തുകയാണ് ഭാഗവതത്തിൽ. ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്, ഈ ശരീരം ആരോഗ്യമുള്ളതായി തീരണമെങ്കിൽ ശരീരത്തിന് വേണ്ടത് ഭക്ഷണമാണ് ഒരു വശത്ത്, അത് വളരണമെങ്കിൽ. രണ്ടാമത് നമുക്ക് വേണ്ടത് ശരീരത്തിന് വേണ്ട വ്യായാമങ്ങളാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ശരീരത്തിന് വളർച്ചയില്ല. അപ്പോൾ ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ശരീരത്തിന് പറ്റിയ ഭക്ഷണമാണോ എന്ന് നമ്മളാരും നോക്കാറില്ല. എന്തൊക്കെയോ നമ്മൾ കഴിക്കണോ. ശരീരം വളരുന്നതോടൊപ്പം ശരീരത്തിന് പല രോഗങ്ങളും നമ്മൾ കൂടെ കൊണ്ട് നടക്കണോ. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ഗീതയിൽ ഭക്ഷണത്തെ 3 വേർതിരിച്ചത്. സാത്വികമെന്നും രാജസികമെന്നും താമസികമെന്നും ഭക്ഷണങ്ങളെ വേർതിരിച്ചു. ഏതാണ് സാത്വികം? ഏത് ഭക്ഷണം കഴിച്ചാലാണോ എളുപ്പം ദഹിക്കുക, ഏത് ഭക്ഷണം കഴിച്ചാലാണോ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഏത് ഭക്ഷണം കഴിച്ചാലാണോ മനസ്സിന് പോലും തൃപ്തി ഉണ്ടാവുക, അങ്ങനെയുള്ള ഭക്ഷണത്തെ സാത്വികാഹാരം എന്ന് വിളിക്കുകയാണ് ഭഗവാൻ. എന്നാൽ ഏത് ഭക്ഷണം കഴിച്ചാലാണോ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവുക, മനസ്സിന് പോലും അസ്വസ്ഥതകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഭക്ഷണത്തെ രാജസികം എന്ന് വിളിക്കുകയാണ് ഭഗവാൻ. ഏത് ഭക്ഷണം കഴിച്ചാലാണോ നമുക്ക് എപ്പോഴും ഒരു ഡൾനെസ്, ഒന്നിലൊരു ഉണർവില്ലാതിരിക്കുക, അങ്ങനെയുള്ള ഭക്ഷണങ്ങളെയൊക്കെ താമസികം എന്ന് വിളിക്കുകയാണ്. അതൊന്നും ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് പ്രഭാഷണം കഴിഞ്ഞ് തീർക്കേണ്ട വിഷയമല്ലത്. ഒക്കെ വളരെയധികം ഗഹനമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ഒരു ഇതിലേക്കൊക്കെ ഒരു ധാരണ, ഒരു താല്പര്യമുണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ പഠിക്കാനുള്ള ഒരു തൽപരത, അത്ര മാത്രമേ ഇപ്പോൾ സാധിക്കുള്ളൂ പ്രിയാണ്. ശാരീരികമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് ഇതാണ്. മാനസികമായിട്ടുള്ള ഭാവമോ, മനസ്സിന് വേണ്ടതെന്താണ് എന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാര്. മനസ്സെന്ന് പറയുന്ന ചിന്തകളാണല്ലോ. ഇപ്പൊ മനസ്സിന് വേണ്ടത് സ്നേഹമാണ്, മനസ്സിന് വേണ്ടത് പ്രേമമാണ്. സ്നേഹിക്കാത്തൊരു മനസ്സ് മുരടിച്ച മനസ്സാണ്. എല്ലാവരും നമ്മെ വെറുത്തിരുന്നുവെങ്കിൽ, ചുറ്റുപാടുകൾ മുഴുവൻ നമ്മളെ വെറുത്തിരുന്നുവെങ്കിൽ ജീവിക്കാനുള്ള താല്പര്യം നമുക്ക് കുറയുമായിരുന്നു. ശരിയാണോ തെറ്റാണോ? എല്ലാവരും നമ്മളെ വെറുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, ഇല്ലേ? വെറുപ്പായിരുന്നു കൂടുതലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം കടന്നു വരിക ആത്മഹത്യാ ചിന്തകളായിരിക്കും. വെറുക്കുന്ന മനസ്സിലെ ആത്മഹത്യാ ചിന്തകൾ വരുന്നുള്ളൂ. സ്നേഹിക്കുന്ന മനസ്സിൽ ഒരിക്കലും ആത്മഹത്യാ ചിന്ത വരില്ല. വരിയോ? അങ്ങനെ വരുന്നോ? വരില്ല, ഒരിക്കലും വരില്ല പ്രിയാണ്. തീർച്ചയായിട്ടും വരില്ല. മൂന്നാമത്,
ബുദ്ധിക്ക് വേണ്ടത് അറിവാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവ്? ലോകത്തെക്കുറിച്ചുള്ള അറിവ് സ്വാഭാവികമാണ്, നമുക്കുണ്ടായേ പറ്റുള്ളൂ, ജീവിക്കണമെങ്കിൽ അത് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി അവനവനെക്കുറിച്ചുള്ള അറിവും ബുദ്ധിക്ക് വേണമെന്ന് പറയാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാര് വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരാച്ച അപരാവിദ്യ ഏതത് വിദ്യാഭ്യാസം എന്നാണ്. ഭൗതികവും ആത്മീയവുമായ, അതായത് ലോകത്തെക്കുറിച്ചും അവനവനെക്കുറിച്ചുമുള്ള അറിവാണ് വിദ്യാഭ്യാസം. ഒരു വശം മാത്രം അറിഞ്ഞതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാവുന്നില്ല. അവനവനെക്കുറിച്ച്, വിദ്യ അറിയുന്നവനെക്കുറിച്ച് കൂടി അറിയണമെന്ന്. എന്നാൽ പിന്നെ നമ്മുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നാലാമത്തതാണ് ആത്മീയമായ വളർച്ച. അതെന്താണത്? മരിക്കുന്നതുവരെ ഉത്സാഹവും ധൈര്യവും എങ്ങനെ നിലനിർത്താം, തളരാത്തൊരു മനസ്സ്, തളരാത്ത ഒരു ജീവിതം എങ്ങനെ നേടിയെടുക്കാം, ഇത് നേടിയെടുക്കാൻ സാധിക്കുമോ? അത് സാധിക്കുമെന്ന് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തി. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ തളരാത്ത വ്യക്തിത്വങ്ങളായിരുന്നു പ്രിയന് നമ്മുടെ പൂർവികന്മാര്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപക്ഷെ ഋഷീശ്വരന്മാരെ കണ്ടിട്ടില്ലായിരിക്കാം. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. മുത്തശ്ശന്മാരൊക്കെ മരിക്കുന്നത് വരെ ആരോഗ്യം നിലനിർത്തിയിരുന്നു അവര് പ്രിയന്. അത് ശാരീരികമായ ആരോഗ്യം മാത്രമായിരുന്നില്ല, അവരുടെ മാനസികമായ ആരോഗ്യമായിരുന്നു. ഒരു മാമ്പഴത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ മാമ്പഴം അത് ഉണ്ണി മാങ്ങയായിരിക്കുമ്പോൾ മൃദുലമായിരിക്കും അതിന്റെ ഉള്ളും പുറവും. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറവും ഉള്ളും കഠിനമാവാൻ തുടങ്ങും. കുറെ കഴിഞ്ഞാൽ അതിന്റെ പുറം ഭാഗം പഴുത്ത് മൃദുലമാവും വീണ്ടും. പക്ഷെ ഉൾഭാഗം അതിന്റെ പരിപ്പ് കൂടെ ദൃഢമാവാൻ തുടങ്ങും. കുറേയും കൂടി കഴിഞ്ഞാൽ അതിന്റെ പുറം ഭാഗം ചീഞ്ഞളിഞ്ഞു പോവും. പക്ഷേ ഉൾഭാഗം കൂടുതൽ കൂടുതൽ കഠിനമായി തീരും. ഇതുപോലെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് പൂർവികന്മാർ കണ്ടെത്തി. അവർക്ക് മനസ്സിലായി ഈ ശരീരം ഒരു മാമ്പഴം പോലെ മൃദുലമാണ്, പിന്നെ കഠിനമാവും, പിന്നെ അത് പ്രായം വരുംതോറും വീണ്ടും മാംസവും തോലും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു അത് വീണ്ടും മൃദുലമായി തീരും. അങ്ങനെ മൃദുലമാകുമ്പോഴും മനസ്സിനെ നമുക്ക് ശക്തമാക്കാൻ സാധിച്ചാൽ, ശരീരം ശോഷിച്ചു പോയാലും മനസ്സ് തളരാതെ ധീരതയായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. ഒരു പുലിയുടെ വായിൽ കിടന്ന് ഒരു ഋഷിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ശരീരത്തെയാണ് പുലി പിടിച്ചിരിക്കുന്നത്, എന്നെയല്ല എന്ന് പറയുന്ന ഒരു രംഗം ഒരു പുരാണത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഒരു പുലി ഇയാളിങ്ങനെ കടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിലാണ് വരുന്നത് എന്നുള്ള ഭാഗം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഈ ശരീരത്തെയാണ് പുലി കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്, എന്റെ മനസ്സിനെയല്ല എന്ന്. നമുക്ക് പറ്റുമോ അങ്ങനെ പറയാൻ? ഒരു കള്ളൻ നമ്മുടെ മുന്നിൽ നിന്നാ മൂത്രമൊഴിക്കുന്ന കൂട്ടരാണ് നമ്മൾ. അത്രയുണ്ട് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുലിയുടെ വായിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം മാനസികമായ കരുത്തയാൾ ചെറുപ്പത്തിലെ നേടിയിരിക്കണം. തന്നെ കൊല്ലാൻ നിൽക്കുമ്പോഴും അച്ഛൻ വാളോങ്ങി നിൽക്കുമ്പോഴും അച്ഛന്റെ മുന്നിൽ അല്പം പോലും തളരാത്തൊരു പ്രഹ്ലാദന്റെ ചിത്രം മറ്റന്നാൾ നമുക്ക് കാണാം. തന്നെ കൊല്ലാൻ നിൽക്കുമ്പോഴും തളരാത്തൊരു മനസ്സ്, പേടിക്കാത്തൊരു മനസ്സ്, ധീരത്വമില്ലാത്തൊരു മനസ്സ് എവിടുന്ന് കിട്ടി പ്രഹ്ലാദനത്? ചെറുപ്പത്തിലെ ഈ ഭാഗവതത്തിലൂടെ അത് കൈവരിക്കാൻ സാധിച്ചു എന്നാണ്. അപ്പൊ ഭാഗവതം കേൾക്കും തോറും നമ്മളിൽ ആ ഉണർവും ആ ധൈര്യവും കൂടിയേ പറ്റുള്ളൂ. അതിനെന്ത് വേണം? നമ്മളത് കേട്ടുപോയാൽ മാത്രം പോരാ, ദിവസവും നമ്മൾ അതിനുവേണ്ടി ഇത്തിരി മെനക്കെടണം. മെനക്കെടാതെ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാണല്ലോ കുട്ടികൾ ചോദിക്കും, എളുപ്പം പാസ്സാവാൻ എന്താ വഴിയെന്ന്. എല്ലാവർക്കും ഒന്നും അതാണല്ലോ ചിന്ത, പരീക്ഷ എഴുതാതെ എങ്ങനെയെങ്കിലും പാസ്സാവാൻ പറ്റുമെന്ന്. ഗൈഡൊക്കെ അങ്ങനെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്, എളുപ്പം പാസ്സാവാനുള്ള വഴി. അത് എളുപ്പം പാസ്സാവാനുള്ള ഒരൊറ്റ വഴിയല്ലോ. പണ്ട് ഒരമ്പലത്തില് കൂത്ത് പറയാൻ ഒരാൾ വന്നു. കൂത്ത്, ചാക്യാർ കൂത്ത്. അപ്പൊ അയാൾ വന്നു നോക്കുമ്പം, ചാക്യാർ വന്നു നോക്കുമ്പോൾ ആകെ 4 ആൾക്കാരെ കേൾക്കാറുള്ളൂ. അതൊക്കെ വല്ലാത്തൊരു വിഷമായി. ഇത്രയൊക്കെ നല്ലൊരു കൂത്തുകാരനായിട്ട് 4 ആൾക്കാർ മാത്രം എന്താ ഞാൻ പറയാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കുണ്ടല്ലോ ഒരു ഗംഭീരമായൊരു സത്യം അറിയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ളൊരു വിദ്യ. നിങ്ങൾക്കത് കേൾക്കണമെന്നില്ലേ? ആളുകളെ ചെവിയൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു, കൂത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതെന്തായാലും കേൾക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞാൻ നാളെ പറഞ്ഞുതരാം നിങ്ങൾക്ക്,
ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഓരോരുത്തരും 10 ആളുകളെ കൂട്ടിക്കൊണ്ടുവരാന്ന്. ഞാൻ നാളെ ഉറപ്പായിട്ട് പറഞ്ഞുതരാം എങ്ങനെ മരിക്കാതിരിക്കാൻ സാധിക്കും എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞു നിർത്തി. പിറ്റേ ദിവസം ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു 10-50 ആളുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ആ കൂത്ത് തുടങ്ങാന്ന്. അപ്പൊ അവരൊരു കൂത്തൊക്കെ അവിടെ നിൽക്കട്ടെ, ചാവാതിരിക്കാനുള്ള വഴി ആദ്യം പറഞ്ഞു തരുമെന്ന്. അപ്പൊ ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിലായി ഒരു കൂത്ത് കേൾക്കാനല്ല വന്നത്, ചാവാതിരിക്കാനുള്ള വഴി അറിയാനാണ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇത് പറയുമ്പോൾ എനിക്ക് അപ്പം ഓർമ്മ വരുന്നത് ഭീഷ്മാചാര്യനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് മുഴുവൻ ഭീഷ്മാചാര്യന്റെ കഥയിലേക്ക് അങ്ങോട്ട് കിടന്നു. കഥയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ നിക്കടെ ചാവാതിരിക്കാനുള്ള വഴി അത് പറഞ്ഞു തന്നിട്ട് പോയാൽ മതിയെന്ന്. അദ്ദേഹം പറഞ്ഞു അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞത് നാളെ എന്തായാലും പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഓരോരുത്തരും 10 ആളുകളെ കൊണ്ടുവരുമെന്ന്. നാളെ ഉറപ്പാ പറഞ്ഞുതരും, ഒരു മാറ്റമില്ല കാര്യത്തിൽ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഹാള് ഫുള്ള. ഇതിന് വളരെ സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ കൂത്ത് ആരംഭിക്കുകയാണ്, എല്ലാവരും ശാന്തരായിട്ടിരിക്കണമെന്ന്. ഉടനെ ഇത് കേട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, കൂത്തൊക്കെ നിൽക്കട്ടെ, മരിക്കാതിരിക്കാനുള്ള വിദ്യ പറഞ്ഞുതരാന്നല്ലേ അങ്ങ് പറഞ്ഞത്, അത് പറഞ്ഞിട്ട് മതി കൂത്ത് പറയല്. ഇത് കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം പറയാണ്, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉടനെ ഓർമ്മ വരുന്ന കുന്തിദേവിയുടെ കഥയാണ്. എന്നിട്ട് അന്ന് കുന്തിദേവിയുടെ പിന്നാലെ പോയി കഥയൊക്കെ പറഞ്ഞ ഏറെക്കുറെ സമയമൊക്കെ തീർത്ത് അവസാനം ആളുകൾ ബഹളം വെച്ച് എവിടെ നിങ്ങളുടെ മരിക്കാതിരിക്കാനുള്ള വിദ്യ, നിങ്ങളെ നാളെ പറ്റിക്കുകയാണോ, ഇതാണോ നിങ്ങൾ ആളുകളെ കളിയാക്കാനാണോ, തമാശ കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ലാസ്റ്റ് ഡേ അല്ലേ, എന്തായാലും പറഞ്ഞുതരാം. അപ്പോഴേക്കും 4-ാമത്തെ ദിവസമായി. 4-ാമത്തെ ദിവസം നോക്കുമ്പോൾ ഹാളല്ല അമ്പലപ്പറമ്പ് വരെ നടന്നിരിക്കുന്നു. എല്ലാവർക്കും മരിക്കാനുള്ള വിദ്യ വേണം. ഇദ്ദേഹം കയറി വന്നപ്പോഴേ ചോദിച്ചു മരിക്കാതിരിക്കാനുള്ള വിദ്യയില്ലേ, എന്തായാലും പറഞ്ഞുതരാം, പക്ഷെ കഥ പറഞ്ഞിട്ട് കഥയൊക്കെ കഴിഞ്ഞിട്ടേ പറഞ്ഞു തരുള്ളൂ എന്ന്. അപ്പൊ ആളുകൾ പറഞ്ഞു അത് വേണ്ട, ലാസ്റ്റ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനല്ലേ എന്ന്. അങ്ങനെ നിങ്ങളുടെ കൂത്ത് കേൾക്കാനാണല്ലോ നിങ്ങൾ വന്നത്, ഇതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. ഇദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ആ കഥയിലൂടെ ഓർമ്മ വരുന്നത് ഹരിശ്ചന്ദ്രന്റെ കഥയാ പറയട്ടെ. അന്ന് ഹരിശ്ചന്ദ്രന്റെ ആളുകൾ കൂക്കുംവിളിയും തുടങ്ങി, നിർത്ത് വേണ്ട, ഞങ്ങൾക്ക് കഥയൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ചാവാതിരിക്കാനുള്ള വിദ്യ അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞു കഥ പറയാതെ അമ്പല കമ്മിറ്റിക്കാരൻ എന്നെ വിടില്ല, എനിക്ക് എന്റെ ദക്ഷിണ കിട്ടില്ല എന്ന്. കാരണം 4 ദിവസം കൂത്തു പറയാനുള്ള കരാറിലാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്തായാലും നീക്കത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു അപ്പൊ മരിക്കാതിരിക്കാനുള്ള ഒരു വിദ്യ ഉണ്ടെന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂത്തിന് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന്. ഫസ്റ്റ് പറഞ്ഞുതരാം, ഒരു കൊല്ലം കാത്തിരുന്നാൽ മതി. അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ പിന്നെ അടുത്തവരെ നിങ്ങൾ ആരും വരില്ല അത് കേൾക്കാൻ. അപ്പൊ ചാവാതിരിക്കാനുള്ള വിദ്യ എന്താണ്? ആളുകൾ വിടും ഇയാളെ, ആളുകൾ വിട്ടില്ല, എല്ലാവരും കൂടി ഇയാളെ തടഞ്ഞു നിർത്തി. ഇത് പറയാതെ തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല, താൻ പിന്നെ നീ ചാക്കിയാരാവില്ല, തന്നെ ചത്തവനായിത്തീരുമെന്ന് പറഞ്ഞു. അവസാനം ഇദ്ദേഹം പറഞ്ഞു സുഹൃത്തുക്കളെ, ചാവാതിരിക്കാൻ ഒറ്റ വിദ്യയുള്ളൂ. അതെന്താണത്? അത് നമുക്ക് ലാസ്റ്റ് ഡേ പറയാൻ എന്താണുള്ളത്. മരിക്കാതിരിക്കാൻ ഒറ്റ വിദ്യയുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഒരിക്കലും ജനിക്കാതിരിക്കുക, നമ്മുടെ ചാവേണ്ട പ്രശ്നം വരുന്നില്ല. അപ്പോ ഇങ്ങനെ ജീവിതത്തിൽ വളരെ രസകരമാണ് ഈ ചിന്തകളൊക്കെ. നമ്മുടെ ജീവിതത്തിനെ നാം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാലല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ അസ്വസ്ഥരാക്കുന്നത്, വേദനിപ്പിക്കുന്നത്, താളം തെറ്റിക്കുന്നത് വേറെ ആരുമല്ല, നമ്മളൊക്കെ തന്നെയാണെന്നുള്ളത്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്കേ സാധിക്കുള്ളൂ, അതിനെ താളം തെറ്റിക്കാനും നമുക്കേ സാധിക്കുള്ളൂ. വേറൊരാൾ വിചാരിച്ചാൽ നമ്മളെ താളം തെറ്റിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ എങ്ങനെയോ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തൊക്കെയോ കുറവുള്ളത് കൊണ്ടാണ്, എന്തൊക്കെയോ കഴിവില്ലാത്തത് കൊണ്ടാണ്, സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണമില്ലാത്തത് കൊണ്ടാണ്, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് കൽപ്പിച്ചു വെക്കുകയാണ്. അതിന്നൊക്കെ പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണണം. അപ്പൊ നമ്മുടെ ശാരീരികം, മാനസികം, ബുദ്ധി, ആത്മീയം, ഈ വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ദൃഷ്ടിയിലൂടെ നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കും. അങ്ങനെ ആ ദൃഷ്ടിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. അതിലേക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ഭാഗമാണ് കാബിലയോപാഖ്യാനം. ഞാൻ അതിലേക്ക് ആദ്യം കഥയിലേക്ക് കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം. കാട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 85 വയസ്സായ അമ്മ ഒരു ദിവസം പുത്രനോട് പറയാണ്, കുട്ടി, ഈ അമ്മ അച്ഛന്റെ കൂടെ എല്ലാ കാമസുഖങ്ങളും ഭോഗസുഖങ്ങളും ഒക്കെ അനുഭവിച്ചു. അമ്മയുടെ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 9 പെൺകുട്ടികൾ, പുത്ര നീയും എനിക്കുമായി. ഇപ്പോഴും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചില കുറവുകളും വേദനകളും ദുഃഖങ്ങളും ഉണ്ട്.
എന്തൊക്കെയോ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന തോന്നല്, എന്തൊക്കെയോ അമ്മ നേടിയിട്ടില്ല എന്നുള്ള തോന്നല്. ഒരു വലിയ കുറവിലാണ് കുട്ടി ഈ അമ്മയുടെ മനസ്സ് നിൽക്കുന്നത്. വേദനകളും ദുഃഖങ്ങളും ഭയങ്ങളും അമ്മയുടെ മനസ്സിനെ വലയം വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഭർത്താവ് വിട്ടുപോയി, നാളെ എന്റെ കുഞ്ഞിനെ വിട്ടുപോകണമെന്ന് എനിക്കറിയാം, നീയും എന്നെ വിട്ടുപോകുമെന്ന് എനിക്കറിയാം, അമ്മ ഒറ്റപ്പെടുമെന്ന് എനിക്കറിയാം. ഈ വേദനകളൊക്കെ വെച്ച് ഞാൻ ഇരിക്കുന്നു ഉണ്ണി, ഇതിൽ നിന്ന് മുക്തമാവാൻ എന്താണ് അമ്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പുത്രന്റെ മുന്നിൽ നിന്നപ്പോ ആ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ എന്റെ പുത്രനെ ഗുരുവായി കാണാത്തിടത്തോളം കാലം ഒരിക്കലും എനിക്ക് ഉയരാൻ സാധ്യമല്ല. അങ്ങനെ തന്റെ പുത്രന്റെ മുന്നിൽ ഒരു ശിഷ്യയുടെ ഭാവത്തിലേക്ക് താഴ്ന്നു ആ അമ്മ. എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ ഭക്തന്മാരാണ്. ഈ ഭക്തന്മാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ ശിഷ്യന്മാരാണെന്ന് മറന്നുപോകരുത് നമ്മൾ. അതുകൊണ്ടാണ് ദാസോഹം തവ കേശവ എന്ന് ഭാഗവതത്തിന്റെ പ്രാർത്ഥനയിൽ വച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം. ഭഗവാൻ ആരാണ്? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവാൻ നമ്മുടെ മുന്നിൽ ഒരു ഗുരുവായിട്ടിരിക്കണം. അപ്പൊ ഗുരുവായൂരപ്പനെ ഗുരുവായിട്ടെടുത്ത് നമ്മളൊരു ശിഷ്യനായിട്ട് തീരുമ്പോൾ ശിഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് ഗുരു പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ്. ഗുരുവിൽ നിന്ന് ആവശ്യപ്പെടലല്ല. ഗുരു എന്ത് പറഞ്ഞു തരുന്നോ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. അങ്ങനെ ശിഷ്യഭാവത്തിലേക്ക് താഴാത്തൊടുത്തോളം കാലം ഗുരുവായൂരപ്പൻ പറയുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാവരെയാണ്. നമ്മൾ ഭാഗവതം കേൾക്കുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഈ അമ്മ ശിഷ്യഭാവത്തിലേക്ക് താഴ്ന്നുകൊണ്ട് തന്റെ പുത്രനെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വവൃത്യസംഹാര തരോ കുടാരം ജിജ്ഞാസയാം പ്രകൃതി പൂരുഷസ്യ നമാമി സദ്ധർമ്മ വിദാം വരിഷ്ഠം. ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ഗുരുവിന് തുല്യനായിരിക്കുന്ന പുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. പുത്ര, ഈ അമ്മയെ ഒന്ന് അനുഗ്രഹിച്ചാലും. എവിടെ നിന്നാണ്? നിർവിമാനിതരം ഭൂമൻ അസബിന്ദ്രിയദർശനൽ ഏന സംഭാവ്യമാനേനാം പ്രപന്നാന്തം തമപ്രഭോ തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം സചക്ഷോ ജന്മനാമന്ദേ ലബ്ധം മേ തദനുഗ്രഹം. കുട്ടി, അവിടുത്തെ അനുഗ്രഹത്താൽ മാത്രമേ ഈ അമ്മയ്ക്കിനെ ജീവിതത്തിന്റെ വ്യസനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും തളർച്ചകളിൽ നിന്നും ഉയരാൻ സാധിക്കുകയുള്ളൂ. പുത്ര, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് പുത്രന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. അങ്ങനെ പുത്രൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലയോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്ന കപിലോപദേശം. നമ്മൾ വായിക്കുന്നത് 25-ാം അധ്യായത്തിൽ ശ്രീ ഭഗവാനുവാച തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധം 25-ാം അധ്യായം മുതൽക്കുള്ള അധ്യായങ്ങളെയാണ് കാപിലയോപാഖ്യാനം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോപരതിര്യത്ര ദുഃഖസ്യ സുഖസ്യ ച ചേതക്കലസ്യ ബന്ധായ യദം വാ പുംസി മുക്തയേ ചാത്മനോ മദം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ അഹം മമ അഭിമാനോത്തൈഃ കാമലോപാദിനിർമ്മലൈഃ വീരം യദാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം യദാ പുരുഷമാത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനമഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന തത്മന പരിപശ്യതിദാസീനം പ്രകൃതിം ചഹതോജസം തുടങ്ങി ആ അമ്മ കേട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഓരോ ഉപദേശങ്ങൾ. എന്താ പറയുന്നത്? യോഗ ആധ്യാത്മികത. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഒരു ആത്മീയ സംസ്കാരത്തിൽ വളരുന്നവരാണ്. അച്ഛനും അമ്മയും ചിലരൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പത്തിലെ അവർക്കൊരു ആധ്യാത്മിക സംസ്കാരം കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ പോവുക. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലെ വിഷ്ണു സഹസ്രനാമം കേൾക്കാനും പഠിക്കാനും ഭാഗവതം കേൾക്കാനൊക്കെ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ നോക്കും വളരെ ഭാഗ്യവാന്മാരാണ്. ഇത്രയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ പോയിട്ടിരിക്കില്ല. ഇരുന്നാൽ തന്നെ നമ്മൾ ഇരിക്കില്ല. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള മനസ്സ് അന്ന് വന്നിട്ടില്ല അവരെയാണ്. അപ്പൊ ചെറുപ്പത്തിലെ അങ്ങനെയൊക്കെ ഒരു ആത്മീയ സംസ്കാരം അച്ഛനും അമ്മയൊക്കെ ചില കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്.
എങ്കിലും ഭൂരിപക്ഷം ആളുകളുടെയും ആത്മീയത എന്ന് പറയുന്നത് അമ്പലത്തിൽ പോവുക, തൊഴുക, ഒരു വഴിപാട് സമർപ്പിക്കുക, കുറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, എന്നിട്ടൊക്കെ നേരെയാവുമെന്ന് ആശ്വസിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് പോവുക. ഇതല്ലേ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വീട്ടിൽ കുറച്ചു നേരം നാമം ചൊല്ലിയാലായി, പിന്നെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് കുറെ പൂക്കളൊക്കെ അർപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലർക്ക് അതും കഷ്ടിയാണ്. ഇപ്പോൾ പിന്നെ TV വന്നതിന് ശേഷം അതൊക്കെ വളരെ 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 ശരിയായിട്ട് തോന്നുന്നതിന്റെ ഉപരിയാണ്. സന്ധ്യാസമയം എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ചോദ്യം വരും, സീരിയൽ വേണോ നാമം ചൊല്ലണോ എന്ന്. എന്ത് നാമം ഇതുവരെ നേരെയില്ല, ഇങ്ങനെ നാമം ചൊല്ലിയിട്ട് നേരെയാൻ പോണു. ഒരു കാര്യം ചെയ്യാം, സീരിയൽ ഏതായാലും മുടക്കണ്ട എന്നുള്ളത്. അപ്പൊ അത് സീരിയസ് ആയിട്ട് കാണാൻ നമ്മൾ നിശ്ചയിക്കും. അങ്ങനെ അതോടുകൂടിയിട്ട് നമ്മുടെ ആധ്യാത്മികതയിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ആളുകളും ഒരമ്പലത്തിൽ പോയി കുറെ വഴിപാടുകളും പൂജകളും പ്രാർത്ഥനകളിലും ഒതുങ്ങി നിൽക്കുന്നവരാണ്. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു ചോദ്യം വരുന്നില്ല, എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്? എന്താണ് അമ്പലത്തിൽ പോയാൽ എനിക്ക് കിട്ടുന്നത്? ഈ ചോദ്യം നമ്മളിൽ ഇല്ലെങ്കിലും നമ്മൾ ഒരു മനസ്സിലൊരു ഉത്തരം വച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയാൽ ശാന്തി കിട്ടും, അമ്പലത്തിൽ പോയാൽ സമാധാനം കിട്ടും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, അമ്പലത്തിൽ പോയാലേ ശാന്തി കിട്ടുള്ളൂ എങ്കിൽ എന്റെ വീട്ടിലതില്ല എന്നുള്ളത്. വീട്ടിലതുണ്ടെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ അമ്പലത്തിൽ പോണ ശാന്തി കിട്ടാൻ, അമ്പലത്തിൽ പോണ സമാധാനം കിട്ടാൻ, തന്റെ വേദനകൾ ആരോടും പറയാൻ പറ്റാതെ അമ്പലത്തിൽ പോയി പറയുമ്പോൾ കുറെ ആശ്വാസം. ശരിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്റെ വേദനകളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അമ്പലങ്ങളെ ഞാനും നിങ്ങളും കാണുന്നത് പറയാൻ. ഇതായിരിക്കാം ഒരു പക്ഷേ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അതിനൊന്നും സാധിക്കാത്തത്. ശ്രദ്ധിക്കണേ, ഇവിടെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ചിന്തകളാണ്. വാസ്തവത്തിൽ അമ്പലങ്ങളിൽ പോകുന്നത് ശാന്തിക്ക് വേണ്ടിയാണോ? ഇവിടെ കപില മഹർഷി പറയുന്നു, ശാന്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോകരുത് എന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ നിങ്ങൾ പറയുന്നത്? അമ്പലത്തിൽ പോയാൽ ശാന്തിയില്ലേ? വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അമ്പലത്തിലാണോ ശാന്തി ഇരിക്കുന്നത്? നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു വിചാരിക്കുക, ആ സമയത്ത് തിക്കും തിരക്കൊന്നുമില്ല. ഗുരുവായൂർ അമ്പലം എടുക്കൂ, വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, ഇവിടുന്ന് രാവിലെ ബസ്സൊക്കെ കയറി അവിടെ എത്തുന്നു. അങ്ങനെ അത്യാവശ്യം തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ബഹളത്തിൽ നിങ്ങൾ ക്യൂ നിൽക്കുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് അവസാനം ഭഗവാന്റെ ആ നടയിലെത്തുന്നു. അവിടെ ആ ശ്രീകോവിലിന്റെ മുന്നിലെത്തി നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒട്ടും തിരക്കില്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു നേരമൊക്കെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മനസ്സുകൊണ്ട് പറയും, എന്തൊരു സുഖമായി ഇവിടെ തൊഴുതോ എന്നുള്ളത്. മനസ്സ് പറയും, വളരെ സുഖമായിട്ടുണ്ടോ, സുഖം തോന്നുന്നു തൊഴുതെന്ന് പറയില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പറയും. എന്നാൽ നിങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ അവിടെ പോകുമ്പോൾ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ ആ തിരുനടയിലെത്തി ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് തൊഴുമ്പോൾ കൈ കൂക്കുമ്പോഴേക്കും ദാ ഒരു തള്ളു. ഗുരുവായൂരപ്പാന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗണപതിയുടെ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. അത്രയും തിക്കും തിരക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് കിടക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പറയും, ഇന്ന് തൊഴുതത് ഒട്ടും ശരിയായിട്ടില്ല. ശരിയില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അമ്പലത്തിലായിരുന്നു ശാന്തിയെങ്കിൽ എപ്പോൾ പോയാലും മനസ്സിലെന്ത് കിട്ടേണ്ടതായിരുന്നു? ശാന്തി കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അമ്പലത്തിലല്ല ശാന്തി. ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമായി നിന്നാലേ നമുക്ക് ശാന്തി എന്നൊരു അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയും കൂടി അവിടെ ഉണ്ട് എന്ന് പറയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ എന്താർത്ഥം? അമ്പലത്തിലെ ശാന്തി അല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മുടെ മനസ്സ് അല്പനേരം ശാന്തമായി നിന്ന് സ്വസ്ഥമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടുത്തെ ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ശാന്തി എവിടെയിരിക്കുന്നത്? അമ്പലത്തിലായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലായിരുന്നു. ഇനി പറയാണ്, മനസ്സിലും അല്ല ശാന്തി എന്നുള്ളത്. അത് ഗംഭീരാണ്. അത് പിന്നെ എവിടെയാണ് ശാന്തി എന്നുള്ളത്? ശാന്തി, സമാധാനം, സ്വസ്ഥത, സന്തോഷം, ആനന്ദം ഇതെല്ലാം ഭഗവാനിലാണെന്നാണ് നമ്മുടെ ആചാര്യന്മാര് യാതൊരു തർക്കവുമില്ലാതെ പറയുന്നത്. എന്നുവെച്ചാൽ ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തം എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനെ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം
വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തിയെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ എന്തുണ്ട്? ശാന്തിയുണ്ട്. ഭഗവാനുണ്ടെങ്കിൽ ശാന്തിയുണ്ട്. ഭഗവാന്റെ സ്വരൂപം ശാന്തിയാണ്. ഇനി ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ്, സന്തോഷം ഭഗവാന്റെ സ്വരൂപമാണ്. നാരായണീയം പഠിക്കുന്ന നിങ്ങൾ വിഷ്ണുവിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിലൂടെ അതല്ലേ സൂചിപ്പിക്കുന്നത്? സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ഭഗവാന്റെ സ്വരൂപമാണ് ആനന്ദം എന്നുള്ളത്. ഇനി സ്വസ്ഥത എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. സംതൃപ്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. ഇതെല്ലാം ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടത്, ശാന്തി, സമാധാനം, സ്വസ്ഥത, സംതൃപ്തി, സന്തോഷം ഇതെല്ലാം എപ്പോഴും എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിനെ അനുഭവിക്കാൻ ഈശ്വരൻ തന്നിരിക്കുന്ന ഉപകരണമാണ് ഏത്? മനസ്സെന്ന് പറയുന്ന ഉപകരണം. എപ്പോ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുവോ ഉള്ളിലിരിക്കുന്ന ശാന്തിയെ നമുക്കാർക്കും അറിയാൻ സാധ്യമല്ല. എപ്പോ മനസ്സ് ശാന്തമാകുന്നുവോ അപ്പോൾ നമുക്ക് ശാന്തി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്വസ്ഥമായൊരു സന്ദർഭം, നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല, നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനുമില്ല ഭഗവാന്റെ മുന്നിൽ. ഒന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ സ്വാമി അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ ആ മനസ്സ് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നവരെയാണ്. ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശാന്തിയെ അനുഭവിക്കുന്നവരെയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കോ, കുറേ വിഷമങ്ങൾ ഗുരുവായൂരപ്പനോട് പറയാനുണ്ട് അല്ലെങ്കിൽ ഭഗവാനോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുക, അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. മനസ്സ് സമ്മതിക്കില്ല, അങ്ങനെ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങും. ഗുരുവായൂരപ്പ മോളുടെ കാര്യമൊന്നും ശരിയായില്ല, ഗുരുവായൂരപ്പ മോന്റെ കാര്യമൊന്നും ശരിയായില്ല, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നോക്കുന്നുണ്ടോകല്ല എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത ആളിലേക്ക് ശ്രദ്ധ പോയി എന്നുള്ളത്. നമുക്കൊരു വിശ്വാസം വരില്ല ഭഗവാനിൽ. ശരിയല്ലേ പറയുന്നത്? ശ്രദ്ധിക്കും നിങ്ങൾ. നമുക്കൊരു ഡിമാൻഡുകളും ഇല്ലെങ്കിൽ മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുകളടച്ച് ഇരിക്കാൻ സാധിക്കുന്നവരെയാണ്. അപ്പോ എവിടെയായിരുന്നു ശാന്തി? എവിടെയായിരുന്നു സ്വസ്ഥത? എവിടെയായിരുന്നു സന്തോഷം? നമ്മളിൽ തന്നെ എപ്പോഴുമുണ്ട്. അപ്പൊ ഇത് അനുഭവിക്കാനുള്ള ഉപകരണമാണ് മനസ്സെങ്കിൽ ഇനി ശ്രദ്ധിക്കണേ, ഇതിനെയാണ് യോഗ എന്ന് പറയാം. യോഗ എന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയും. പലപ്പോഴും യോഗ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുക തലകുത്തി നിൽക്കലാണ്. എന്നുവെച്ചാൽ ശീർഷാസനം, പല പല ആസനങ്ങൾ ചെയ്യുന്നതിനെയാണ് യോഗ പറയും. ഒരാളിങ്ങനെ രാവിലെ തന്നെ തലകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ യോഗ ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അതിന് യോഗ എന്നല്ല പറയുക, അതിന് ആസനങ്ങൾ എന്നാ പറയുക, പല പല ആസനങ്ങൾ. യോഗ എന്ന് പറയുന്നത് മനസ്സിനെ അവനവനിലിരിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് യോഗ എന്ന് പറയാം. ഇങ്ങനെ ആരാണോ പരിശീലിപ്പിക്കുന്നത് അവർക്ക് ദുഃഖത്തെയും സുഖത്തെയും ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് കപിലൻ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു യോഗ ആധ്യാത്മികത. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിക്ക് വേണ്ടി പോകരുത്, മനസ്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോകണം. അവിടെ എത്ര ബഹളമുണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സിനെ അല്പനേരം സ്വസ്ഥമാക്കിയിട്ട് അവനവനിലിരിക്കുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പരിശീലിപ്പിക്കുക. അങ്ങനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എവിടെയിരിക്കുന്നു? എവിടെയിരിക്കുന്നു? ഈശ്വരനിലിരിക്കുന്നു. ആ ഈശ്വരൻ എവിടെയിരിക്കുന്നു? എന്നിലിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല, പലർക്കും വ്യക്തമല്ല. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു വെച്ചാൽ മനസ്സിലിരിക്കുന്നു പറയും. മനസ്സെവിടെയിരിക്കുന്നത്? മനസ്സുണ്ട് എന്ന് പറയണമെങ്കിൽ പോലും ആര് വേണം? ഒരു ഈശ്വര ചൈതന്യം നമ്മളിൽ വേണം. ഈശ്വര ചൈതന്യം നമ്മളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സ്, എനിക്കൊരു മനസ്സ് എന്നൊക്കെ പറയാൻ സാധിക്കൂ?
ഇന്നേ വരെ മരിച്ചുപോയ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സുണ്ട്, എൻ്റെ ഒരു മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന്. അപ്പൊ ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ഈശ്വര ചൈതന്യത്തിലിരിക്കുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ശരീരം, മനസ്സ്, ഈശ്വര ചൈതന്യം, ഇത് ശരിക്കും മനസ്സിലാക്കും നിങ്ങൾക്ക്. ഇത് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധ്യാത്മികത ക്ലിയറായി.